ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സൂപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ റാഗിപ്പൊടിയിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഇതുപോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഈ ജീരകം ഒന്ന് പൊട്ടി വരണം. ജീരകം മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. വെളുത്തുള്ളി നമ്മൾ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വരും. ഇനി ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചെറിയുള്ളി ഒന്ന് വാടി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ഒരുപാട് മൂത്ത് കളറൊന്നും മാറിപ്പോണ്ട ആവശ്യമില്ല. ചെറിയുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ബീൻസ് ആണ്. 5 ബീൻസ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് മഷ്റൂമാണ്. ഞാനിവിടെ 5 മഷ്റൂം എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ സൂപ്പിലോട്ട് ഇത്രയും പച്ചക്കറികളൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ പച്ചക്കറികൾ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കുരുമുളക് കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്ന് മൂത്ത് വരും. ഇനി ഇതിലോട്ട് 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചു വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികളെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടി ഈ സൂപ്പിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചു നേരമായി. അതുകൊണ്ട് ഈ പൊടിയെല്ലാം പാത്രത്തിന്റെ അടിയിൽ പോയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മളിത് സൂപ്പിലോട്ട് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടറിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ റാഗിപ്പൊടി ചിലപ്പോൾ കട്ട കെട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൂപ്പ് ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയം വരെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. റാഗിയെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വരണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഗി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഒരു നാരങ്ങയുടെ 1/4 ഭാഗമാണ് ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റാഗിയും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്